നമസ്കാരം, ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് ഇന്ന് നമ്മുടെ ചെറിയ ഗ്രാമങ്ങൾ മാത്രമല്ല, വലിയ വലിയ പട്ടണങ്ങളിൽ പോലും പ്രസിദ്ധമായ ഒന്നാണ്. വലിയ നഗരങ്ങളിൽ നിന്ന് മാത്രമല്ല, ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അവരുടെ കഴിവുകൾ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് ലോകത്തെ വളർന്നു വരുന്ന ഒരു നക്ഷത്രത്തെയാണ് വിചാരണ നടത്താൻ പോകുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് കൈഫ് ആപ്കി അദാലത്തിൽ ഹാജരാകുന്നു. ഇന്നത്തെ വിചാരണ തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ വിചാരണ ആരംഭിക്കുകയാണ്. മുഹമ്മദ് കൈഫിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ മുഹമ്മദ് കൈഫിന്റെ മേലുള്ള കുറ്റാരോപണം കുസൃതി കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. മുഹമ്മദ് കൈഫ്, താങ്കളെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് കുട്ടിക്കാലത്ത് താങ്കൾ വളരെ ശാന്തനും സമാധാനപ്രിയനുമാണെന്നാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുസൃതി ഉണ്ടെന്ന് കേട്ടു. നിങ്ങൾ കേട്ടതനുസരിച്ച് എനിക്ക് അത്രയ്ക്കൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെക്കാളും കുറച്ച് കുറവാണ് എനിക്ക്. താങ്കൾ ക്രിക്കറ്റ് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ കാറ്റാടി വിടുന്നതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു കാലം. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കളിക്കുമ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കളിക്കാറുണ്ട്. പക്ഷേ ഞാൻ അലഹബാദിൽ ഒരുപാട് നാൾ ഞാൻ ഉണ്ടായിട്ടില്ല എന്നോണം പറയാൻ. 12 വയസ്സിൽ ഞാൻ കാൺപൂരിലേക്ക് പോയി. അവിടെ ഞാനൊരു 8 വർഷം ഉണ്ടായിരുന്നു. അവിടുത്തെ കോച്ചിങ് സെൻറ്ററിൽ ക്രിക്കറ്റ് കോച്ചിങ് എടുത്തു. എനിക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നു അപ്പോഴൊക്കെ ഞാനതൊക്കെ ചെയ്യാറുണ്ട്. സോ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അതൊക്കെ. അതുകൊണ്ട് ഞാനതെല്ലാം ചെയ്യാറുണ്ട്. താങ്കൾ പറഞ്ഞു താങ്കൾ ക്രിക്കറ്റ് ഹോസ്റ്റലായ കാൺപൂരിലാണ് ഉണ്ടായിരുന്നെന്ന്. ഞാൻ അറിഞ്ഞത് താങ്കൾ അവിടെ കുസൃതിയൊക്കെ കാണിച്ച് പ്രേതത്തിന്റെ വേഷമൊക്കെ ഇട്ട് കുക്കിനെ പേടിപ്പിച്ചെന്നാണ്. ഇല്ല, അത് വന്നിട്ട് ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. ഒരു 25-30 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. മോർണിംഗ് എല്ലാവരും ഒരുമിച്ച് ട്രെയിനിങ് എടുക്കണം. പിന്നെ സ്കൂളിന് പോകേണ്ട സമയവും സ്കൂളിൽ പോകണം. പിന്നെ ലഞ്ച് ടൈം വരും, അതിനുള്ള എല്ലാം തീർക്കണം. ആ ഷെഡ്യൂളൊക്കെ നമ്മൾ അതുപോലെ തന്നെ. പ്രേതത്തിന്റെ വേഷം എങ്ങനെ കിട്ടിയെന്നൊന്ന് പറയൂ. എൻ്റെ ചേട്ടൻ വന്നിട്ട് ഒരു പ്രാവശ്യം ഇംഗ്ലണ്ട് പോയിരുന്നു. അപ്പോൾ എനിക്കൊരു മാസ്ക് വാങ്ങിച്ചിട്ട് വന്നു. സോ അത് വെച്ചിട്ട് ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കി. കൂടെയുള്ള കുട്ടികളെയൊക്കെ പേടിപ്പിച്ച് നോക്കി. എൻ്റെ കൂടെയുള്ള കുട്ടികളെ വെച്ച് തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പോവും. അപ്പോൾ മുഴുവനും അങ്ങ് ഇരുട്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നതിന് നല്ല മാർഗമാണത്. അങ്ങനെ ഒരിക്കൽ ട്രൈ ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. രാവിലെ എഴുന്നേപ്പിച്ച് നിങ്ങൾ ചെയ്തോട്ട് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു. എന്തുപറ്റി? കുക്ക് മയങ്ങി വീണോ? ആക്ച്വലി അങ്ങനെ തന്നെയാണ്. അവർ ബോധം കെട്ടില്ല, പക്ഷേ റൂം വിട്ടവർ പുറത്തേക്ക് ഓടിപ്പോയി. ഗേറ്റ് കീപ്പറിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ എന്തോ ഉണ്ട്, ഞാൻ ക്യാൻറ്റീനിൽ എന്തോ കണ്ടു, ഒരു വയസ്സായ ആളെ പോലെ ആയിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാച്ച്മാനെ കൊണ്ടുവന്ന് അവിടെ മുഴുവനായിട്ട് സെർച്ച് ചെയ്തൊക്കെ നോക്കി. പക്ഷേ അവിടെ നിന്നൊന്നും അവർക്ക് കിട്ടിയില്ല. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞത്. സോ ഇങ്ങനെ ഒരു ചെറിയ ഇൻസിഡൻറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും അതുപോലുള്ള കുസൃതികളൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ കാണിക്കാറുണ്ടോ? ഇപ്പോൾ അത്രയ്ക്കൊന്നുമില്ല. പക്ഷേ ഇതിന് മുന്നേ മറ്റു കാര്യങ്ങളിൽ മൈൻഡ് ഒരുപാട് ഡൈവേർട്ട് ആയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ അറിഞ്ഞത് താങ്കളും ഹർഭജൻ സിംഗും ചേർന്ന് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ശരിക്കും കുസൃതി കാണിക്കുന്നതാണ്. അവസരം ലഭിച്ച ഉറപ്പായിട്ട് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. പക്ഷേ കൂടുതലും എൻ്റെ കൂടെ കളിച്ചു വളർന്ന സുഹൃത്തുക്കൾ തന്നെയാണ്. സെവാഗ്, ഹർഭജൻ, യുവരാജ്, ഇവരെല്ലാം ഒരുമിച്ച് കളിച്ചു വരുന്നവരാണ്. ഞങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ടുണ്ട്. ഞങ്ങൾക്കിടയിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അവസരം കിട്ടിയ ഉറപ്പായിട്ടും ചെയ്യും. കൈഫ്, ആദ്യമായി താങ്കളുടെ അച്ഛൻ താങ്കളുടെ പക്കൽ ഒരു ബാറ്റ് തന്നിട്ട് എന്തു പറഞ്ഞെന്ന് വെച്ചാൽ, ഇതിന്റെ വാല്യൂ തീർച്ചയായിട്ടും നീ മനസ്സിലാക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ ശരിക്കും ലക്കി തന്നെയാ. അതായത് എൻ്റെ പേരൻസ് എന്നെ നല്ല ദൂരമാണ് വളർത്തിയത്. എനിക്ക് ആവശ്യമുള്ള ഫ്രീഡം തന്നു. പക്ഷേ ഈ കാലത്തുള്ള കുട്ടികൾക്ക് ആ അളവിലുള്ള ഫ്രീഡം ഒന്നും കിട്ടുന്നില്ല. സോ എൻ്റെ അച്ഛനും കളിച്ചിട്ടുണ്ട്. രഞ്ജി ട്രോഫിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. UPക്കും റെയിൽവേക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അങ്ങനൊരു പാരമ്പര്യം എൻ്റെ ഫാമിലിക്കുണ്ടായിരുന്നു. എനിക്ക് 2 ചേട്ടന്മാരുണ്ടായിരുന്നു. അവരുടെ കൂടെ പോയിട്ട് പുറത്തുപോയി ട്രെയിനിങ് എല്ലാം എടുക്കാറുണ്ടായിരുന്നു. ചെറിയ വയസ്സിൽ എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് തന്നെ താങ്കളോട് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ കണ്ണിൽ നിന്നും ഒരു പ്രകാശം വരുമെന്നാണ് പറഞ്ഞത്. തുടക്കത്തിൽ ഞാൻ അങ്ങനെയൊന്നും ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല.
പക്ഷേ വീട്ടിലെ സാഹചര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പോകെ നമ്മളും ആ സാഹചര്യത്തിനനുസരിച്ച് മാറും. എൻ്റെ ചേട്ടൻ കളിക്കാറുണ്ട്, നല്ലതുപോലെ ഫീൽഡിങ് ചെയ്യാറുണ്ട്, ബോൾ പിക്ക് ചെയ്യാറുണ്ട്, ഗ്രൗണ്ടിലൊന്ന് കളിക്കെന്ന് പറയും. പക്ഷേ ബാറ്റ് മാത്രം എനിക്ക് തരത്തില്ല. അവർ കളിക്കും, ഞാൻ ഫീൽഡിങ്ങിൽ നിന്നിട്ട് ബോൾ മാത്രം പിടിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. സോ അങ്ങനെ അതങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഇൻട്രസ്റ്റ് വന്നു. അക്കാഡമിക്കിൽ പോയി കോച്ചിങ് എടുത്തു, അവിടെ ഇരുന്ന് ഹോസ്റ്റലിലേക്ക് പോയി. പിന്നെ എനിക്കൊരു റൂട്ട് കിട്ടി. അവിടെ നിന്ന് ഞാൻ എന്നെ ഇത് തന്നെ സത്യമാണോ? ആദ്യമായിട്ട് താങ്കൾക്ക് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ സന്ദർഭം ലഭിച്ചപ്പോൾ അതിനുവേണ്ടി മുഹമ്മദ് അസറുദ്ദീൻ താങ്കളെ സഹായിച്ചു. അദ്ദേഹമാണോ താങ്കളുടെ പേര് റെക്കമെൻഡ് ചെയ്തത്? അസറുദ്ദീൻ ചേട്ടൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് തന്നെയാണ് നമ്മുടെ ബലം. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മളത് നല്ലതുപോലെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സഹായം നോക്കുകയാണെങ്കിൽ അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ മുഴുവനായിട്ട് നോക്കുമ്പോൾ എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. യുപിയിൽ നിന്ന് വന്ന ഒരു പ്ലെയർ നാഷണൽ ലെവലിൽ കളിക്കുക എന്ന് പറയുന്നത് അഭിമാനം കൊള്ളേണ്ട കാര്യമാണ്. അതെനിക്ക് എപ്പോഴും സുനിൽ പ്രൗഡാണ്. ഗവാസ്കർ എപ്പോഴും ചോദ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുമെന്ന് കേട്ടു. കൈഫ് എങ്ങനെയാണ് സെലക്ട് ആയതെന്ന്? ഇല്ല, അതായത് അദ്ദേഹം ഒരു മികച്ച പ്ലെയർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത്, അതായത് അവർ പറഞ്ഞതിനെപ്പറ്റി ഒരു കമൻറ്റും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും നമ്മളെപ്പറ്റി തെറ്റായിട്ട് പറഞ്ഞാലോ തെറ്റായിട്ട് എഴുതിയാലോ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. ഞാൻ എപ്പോഴും സ്റ്റേജ് അവരൊക്കെ വിട്ടിട്ട് എത്രത്തോളം പുറത്ത് മോശമായി എഴുതുന്നു അതിനേക്കാൾ മനോഹരമായി താങ്കൾ ക്രിക്കറ്റ് കളിക്കുമെന്നാണോ? ഞാൻ ആരെയും ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. എൻ്റെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ചിലർ പറയാറുണ്ട് ഇവന് ഫീൽഡിംഗ് മാത്രമേ പറ്റൂ, വേറൊന്നും ഇവരെ കൊണ്ട് പറ്റത്തില്ല. ചില സമയത്ത് നന്നായിട്ട് കളിച്ചു എന്ന് പറയും, പക്ഷേ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. പക്ഷേ നമ്മളൊരു ഫീൽഡ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ഹാൻഡിൽ ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി വെയിറ്റ് അപ്സ് ചെയ്യണം. ആൻഡ് ഡൗൺ ഉള്ളതായിട്ട് പറയുന്നു. പക്ഷെ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ പല പ്രാവശ്യവും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു കാറിൽ സ്റ്റെപ്പിനി ഉള്ളതുപോലെ സൗരവ് ഗാംഗുലി കളിച്ചില്ലെങ്കിൽ ആ സമയത്ത് താങ്കൾ കളിക്കും. സച്ചിൻ തെണ്ടുൽക്കറിന് പരിക്ക് പറ്റിയാൽ അപ്പോൾ താങ്കൾ കളിക്കുന്നു. യുവരാജിന് പരിക്ക് പറ്റിയാലും അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് പോലെ സ്റ്റെപ്പിനി പോലെയാണ് താങ്കളെ ഉപയോഗപ്പെടുത്തിയത്. എൻ്റെ അറിവിൽ 5 വർഷമായിട്ട് ഞാൻ ഇന്റർനാഷണൽ ഗെയിംസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 8 ടെസ്റ്റ് മാച്ചേ കളിച്ചിട്ടുള്ളൂ. 8 ആദ്യത്തെ 3 ശ്രീലങ്കയ്ക്കെതിരെയാണ് ഞാൻ കളിച്ചത്. 1 സൗത്ത് ആഫ്രിക്ക, പിന്നെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വീണു, പിന്നെ ഒരു കംബാക്ക് കൊടുത്തു. പിന്നെ ഓസ്ട്രേലിയക്കെതിരെ കളിക്കാൻ അവസരം കിട്ടി. 2-3 50s എടുത്തു. അതിനുശേഷം എനിക്ക് കളിക്കാനായിട്ട് അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സോ ഒരു നല്ലൊരു പ്ലെയർ ആയിരിക്കുമ്പോൾ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ തുടർച്ചയായിട്ട് അവസരങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തവർക്ക് നമ്മളെ കണ്ട് നമ്മുടെ കഴിവിൻ്റെ മേലെ അവർക്കൊരു വിശ്വാസം വന്നേക്കാം. അതിനുശേഷം നമ്മൾ നേരെ കളിച്ചോ ഇല്ലയോ എന്നുള്ള തീരുമാനം അവർക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ആരായിരുന്നാലും ആർക്കും എല്ലാ അത്രയ്ക്ക് ഈസിയൊന്നും അല്ലല്ലോ. ഓരോ മാച്ചിന് ശേഷവും അകത്തും പുറത്തുമൊക്കെ പോകുന്നതും ഒരാൾക്കും ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ കൊടുക്കുമല്ലോ. താങ്കൾ എപ്പോഴും 6ാമത്തെ 7ാമത്തെ പൊസിഷനിലാണ് കളിക്കുന്നത്. ആ പൊസിഷനിൽ കളിക്കുമ്പോൾ ശരിക്കും അടിച്ചു കളിക്കേണ്ട സമയമാണ്. ഓവേഴ്സ് കുറവാണ്. ഞാൻ വണ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഗെയിം അങ്ങനെയാണ്, ടീം ഗെയിം ആയതുകൊണ്ട് ഓരോ സിറ്റുവേഷനിലും ടീം ഒരു ഡിമാൻഡ് ചെയ്യും, അതിനനുസരിച്ച് കളിക്കേണ്ടതായിട്ട് വരും. എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യവും 5 ഓവർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാറ്റിംഗ് ചെയ്ത ആദ്യ ബോളിൽ തന്നെ ഓടാനായിട്ട് തുടങ്ങണം. ചില സമയത്ത് നോക്കുകയാണെങ്കിൽ ചില സമയത്ത് തെറ്റായിട്ട് കളിച്ച് ഔട്ടായി പോകും. ടീമിൻ്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് റൺസ് എടുക്കേണ്ട അവസ്ഥയാണ്. സോ ഇതുപോലെ ഞാൻ മാത്രമല്ല, ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും എന്നെപ്പോലെ കളിക്കാറുണ്ട്. ഇതൊരു ടീം കളിക്കുന്നൊരു ഗെയിമാണ്. ടീം മാനേജ്മെൻറ്റ് ഈ സമയത്ത് നിങ്ങൾ കളിച്ചേ പറ്റൂ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളവിടെ പോയി അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണിക്കണം. അപ്പോൾ നമ്മളവിടെ പോയി നമ്മുടെ മുഴുവൻ എഫേർട്ടും കാണിക്കണം. എൻ്റെ കഴിവിൻ്റെ പരമാവധി എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. ചില സമയങ്ങളിൽ സക്സസ് ആവും, ചില സമയങ്ങളിൽ അത് ആവാറില്ല. കുറച്ചാൾ മുൻപാണ് പാകിസ്ഥാൻ സീരീസ് കഴിഞ്ഞത്. ആ കളിയിൽ താങ്കൾ പൂർണ്ണ പരാജയമായിരുന്നു. താങ്കൾക്ക് ശരിക്കും റൺ എടുക്കാൻ പോലും സാധിച്ചില്ല. ഇല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ 11 പ്ലേയേഴ്സ് കളിക്കാറുണ്ട്. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഒരു 4-5 പ്ലേയേഴ്സേ നല്ലതായിട്ട് കളിക്കാറുള്ളൂ. സോ ഇത് ലൈഫിൽ നടന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ സ്കോർ ചെയ്യും, ചിലപ്പോൾ സ്കോർ ചെയ്യത്തില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ആ കളിയിൽ നമ്മൾ ജയിക്കണം. ആൻഡ് നമുക്ക് തന്ന ജോലി എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ലതുപോലെ കളിക്കണം. ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ജയിച്ചിട്ട് തിരിച്ചു വരണം. ചില സമയത്ത് എന്തായാലും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഓവറോളായിട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ പെർഫോമൻസിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൺ ഡേയിൽ സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ. പാകിസ്ഥാനിൽ എന്താ സംഭവിച്ചത്? സോയേബ് അക്തറിനെ കണ്ട് പേടിച്ചോ? അതുമല്ലെങ്കിൽ ആ സാഹചര്യം കണ്ട് പേടിച്ചു പോയോ? ഇല്ല, പേടി അങ്ങനെയൊന്നുമില്ല. ചില സമയത്ത് നമ്മൾ തെറ്റായ ബോൾ അടിച്ചിരുന്നാലും, അതായത് ഒരു ഷോട്ട് അടിച്ചിരുന്നാലും നമ്മൾ പുറത്തു കൊണ്ട അവസ്ഥയാണ്. ഈ ഗെയിം തന്നെ അങ്ങനെയാണ്. ഒരിക്കലും ഒന്നും പെർഫെക്റ്റ് അല്ല എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ. സങ്കടമില്ലേ? ഈ കളികളിൽ യങ്സ്റ്റേഴ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ വിഷമമൊന്നുമില്ല, നമ്മൾ ജയിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ജയമാണ് പ്രധാനം.
അത് മാത്രമല്ല നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം അവിടെ വളരെ മനോഹരമായിട്ടാണ് പെർഫോം ചെയ്തത്. അതൊരു ടീം എഫേർട്ടാണ്. നമ്മുടെ ടീം തന്നെ അവിടെ വളരെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ബോൾസ് ബാക്ക് ചെയ്തു, അതിനുശേഷം ബാറ്റിംഗ് നല്ലതുപോലെ ചെയ്തു. ഒരു പ്ലെയറായിട്ട് അവിടെ വിജയം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. അവിടെ നമ്മൾ പോയി കളിച്ച് ജയിച്ചിട്ട് വന്നു. ടെസ്റ്റ് മാച്ചിന് ശേഷം കംബാക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ക്യാപ്റ്റന് ശേഷം ആ പ്ലേയേഴ്സിനായിരിക്കും അഭിനന്ദനങ്ങൾ. താങ്കൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് താങ്കളുടെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അതായത് മകൻ എങ്ങനെയെങ്കിലും ജയിച്ചു കാണണമെന്ന്. ഞാൻ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് എനിക്കതറിയാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പൊ കുറച്ച് റിലാക്സ് ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലെ മാച്ച് കാണുന്നുണ്ട്. ആദ്യമൊന്നും അങ്ങനെ അല്ല. എല്ലാവരും താങ്കളുടെ അച്ഛൻ താങ്കൾ ഔട്ട് ആവുന്നത് കാണാതിരിക്കാൻ വേണ്ടി മാച്ച് കാണാറില്ലെന്ന്. ആദ്യം നല്ല ടെൻഷനായിരിക്കും. ഔട്ടായ ഉടനെ അപ്പം തന്നെ എനിക്ക് ഫോൺ ചെയ്യാം. ഞാനൊരിടത്ത് വായിച്ചിരുന്നു, ഇന്ത്യ തോക്കുന്ന സാഹചര്യത്തിൽ താങ്കൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ താങ്കളുടെ അച്ഛൻ ദേവദാസ് സിനിമ കാണാൻ പോയിരുന്നു. ഇല്ല, അതൊരു പഴയ സംഭവമാണ്. ടീമും തോറ്റുപോയി. ഇവനാണെങ്കിൽ ഒരു പുതിയ ചെക്കനുമാണ്. 19ാമത്തെ ഒണ്ടേ മാച്ച് കളിക്കുവാണ്. അവനെ കൊണ്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ വിചാരിച്ചു. അതുകൊണ്ടായിരിക്കും അദ്ദേഹം കളി കാണാതെ സിനിമയ്ക്ക് പോയത്. ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. അത് ലോർഡ്സിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ രീതിക്ക് സ്കോർ ചെയ്യുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചതേയില്ല. താങ്കളുടെ കളിയുടെ ടെക്നിക്കിനെ കുറിച്ചുള്ള പല ചോദ്യങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട്, കുറ്റവും ആരോപിക്കാനുണ്ട്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ മുഹമ്മദ് കൈഫിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ ചോദ്യശരങ്ങൾക്ക് നടുവിലിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്റ്റാറായ മുഹമ്മദ് കൈഫാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ മുഹമ്മദ് കൈഫിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം മറ്റുള്ളവരെ പുകഴ്ത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. താങ്കളുടെ ക്രിക്കറ്റിലുള്ള സുഹൃത്തുക്കൾ പറയുന്നത് മുഹമ്മദ് കൈഫ് ആരെയെങ്കിലും പുകഴ്ത്തി സംസാരിക്കുകയാണെങ്കിൽ അത് ഗ്രേറ്റ് ചാപ്പലിനെ മാത്രമായിരിക്കും എന്നാണ്. നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇല്ല, ഈ ഗെയിമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്. ഈ ഗെയിമിൽ നമ്മൾ ഒരുപാട് നാൾ സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടൊരു ബലം വേണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കഴിവ് മാത്രമേ അവിടെ ഉണ്ടാകൂ. നിങ്ങളുടെ പേരൻസ് ഉണ്ടാവില്ല, നിങ്ങളുടെ കോച്ച് ഉണ്ടാവില്ല, നിങ്ങളുടെ ടീച്ചർ ഉണ്ടാവില്ല. നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്നിട്ട് നിങ്ങൾ ബോൾ ഫേസ് ചെയ്യേണ്ടത് വരും. സോ അവിടെ നിന്നിട്ട് നമുക്കുള്ള ടാലന്റ് നമ്മളവിടെ കാണിച്ചേ പറ്റത്തുള്ളൂ. ഓപ്പൺ ഫീൽഡിൽ നമ്മുടെ കഴിവെല്ലാം മറ്റുള്ളവരെ കാണിച്ചേ പറ്റൂ. ഇത് സത്യമാണോ? സിംബാബ്വേയുടെ കൂടെയുള്ള മാച്ചിൽ ഗ്രേറ്റ് ചാപ്പൽ താങ്കളെ കളിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതായിട്ടാണ് കേട്ടത്. ആ സമയത്ത് സൗരവ് ഗാംഗുലി ആയിരുന്നു ക്യാപ്റ്റൻ. ഏതോ ഒരു പ്രശ്നം കാരണം യുവരാജ് സിംഗിനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയതായിട്ട്, അതായത് നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടും താങ്കളെ ഇറക്കിയില്ലെന്നാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി എന്നിട്ട് ഇത് ടീം മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനാണ്. ബെസ്റ്റായിട്ട് ആരാ കളിക്കുന്നത്, അല്ലെങ്കിൽ ആ ടീമിനെതിരായിട്ട് ആരാണ് ബെസ്റ്റായിട്ട് കളിക്കുന്നത് ആ ബൗളേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്, അങ്ങനെ അവരാണ് ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്നത്. അത് അവരുടെ ഡിസിഷൻ. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ജോലി എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിട്ടാൽ എൻ്റെ ബെസ്റ്റ് കാണിക്കുന്നത്. എൻ്റെ കഴിവിൻ്റെ 100% ഉപയോഗിച്ച് ഞാനത് പ്രകടിപ്പിക്കണം. ഇത് ലൈഫിലുള്ള സിമ്പിൾ തിയറിയാണ്. അതായത് അവസരം കിട്ടുമ്പോൾ നമ്മളത് നന്നായിട്ട് ഉപയോഗിക്കണം. നമ്മളെ ഗ്രൗണ്ടിലേക്ക് ഇറക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അവരാണ്. എന്നിരുന്നാലും എന്നെ സംബന്ധിച്ച് അവസരം കിട്ടുമ്പോൾ നമ്മളതിന് റെഡിയായിരിക്കണം. ഞാനതാ പറയുന്നത്. ഇത് സത്യമാണോ? സൗരവ് ഗാംഗുലിക്കും താങ്കൾക്കും നടുവിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് താങ്കൾ ടീമിലേക്ക് വന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചില സമയത്ത് നോക്കുകയാണെങ്കിൽ മീഡിയാസൊക്കെ ആ കാര്യത്തിൽ വളരെയധികം കണ്ട കാണിക്കുന്നുണ്ട്. ഇനിയും പറയുകയാണെങ്കിൽ മസാല ആഡ് ചെയ്ത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് ആ ന്യൂസ് അവർ പുറത്ത് വിടുന്നുണ്ട്. അകത്തുള്ള ശരിക്കുള്ള വിഷയം അതൊരിക്കലും പുറത്ത് വരുന്നേ ഇല്ല. അത് മറ്റുള്ളവർ അറിയുന്ന പോലുമില്ല. ഞാൻ ആദ്യം ന്യൂ കമേഴ്സ് ഇട്ട് വന്നപ്പോൾ ഞാനും പിന്നെ യുവരാജ് അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. നോക്കുകയാണെങ്കിൽ കളിയിലായിരുന്നാലും എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. എപ്പോഴും ഒരുപോലെ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഗാംഗുലി ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ഒരു ക്യാപ്റ്റനായിട്ട് കോച്ചായിട്ട് ഒരുപാട് സപ്പോർട്ട് തന്നു. നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നിങ്ങളെ സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവസരങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് തരികയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്നുകൊണ്ട് അദ്ദേഹം എങ്ങനെ നല്ലതുപോലെ കളിച്ചു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ഈ നിലയിൽ ഞങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹമാണ് ഞങ്ങളെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോഴെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കൾ രാഹുൽ ദ്രാവിഡിനെ ശരിക്കും പുകഴ്ത്തുകയാണ്, അതുകൊണ്ട് അദ്ദേഹം ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കോച്ച്, ക്യാപ്റ്റൻ ആൻഡ് ദ്രാവിഡ്, ഈ 3 പേരും പറഞ്ഞു കഴിഞ്ഞു. ഇതിനുശേഷം വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ പേരും ഇതിൽ ചേർക്കപ്പെടും. സച്ചിനെ നല്ല ഫിറ്റായിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇല്ല, ആ പരിശ്രമം എപ്പോഴും ഉണ്ടാവും.
കുറച്ചെങ്കിലും ഉണ്ടാവണമല്ലോ. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? താങ്കൾ ചോദിക്കും. എനിക്ക് കൈഫ് സാറിനോടുള്ള ചോദ്യം എന്താണെന്നാൽ, ആ ലോഡ്സോട് കൂടി കൈഫ് സാർ എങ്ങോട്ടാണ് പോയത്? നിങ്ങളുടെ മുന്നിലല്ലേ ഞാൻ ഇരിക്കുന്നേ. പക്ഷേ ആ കാര്യം ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഇല്ല, അത് വരും ഇൻഷാ അല്ലാ. എൻ്റെ എല്ലാ കഴിവും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ഇന്നിങ്സ് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ നോക്കുകയാണെങ്കിൽ നല്ലതായിട്ടേ തോന്നൂ. എൻ്റെ ടീമിൻ്റെ കഷ്ടത നിറഞ്ഞ സിറ്റുവേഷനിൽ നിന്ന് കംബാക്ക് ചെയ്യുമ്പോൾ ഞാനും ഇതിനു മുന്നേ ഒരുപാട് മാച്ചൊന്നും കളിച്ചിട്ടില്ല. അത് ഇന്ത്യയുടെ ഫൈനൽ മാച്ചാണ്. അതായത് നോക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യവും ഓരോ മാച്ചിലും 10 മാച്ചിന് ശേഷം അങ്ങനെയൊന്നും വരുന്നില്ല. അതുമാത്രമല്ല, അതിനുശേഷം ആ ഇന്നിങ്സിൻ്റെ കൂടെ ഞാനപ്പോൾ കളിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് വന്നിട്ട് പക്ഷേ താങ്കൾ പെഷവാറിൽ കളിച്ച പോലെ കളിക്കുമോ? 12 ബോളിൽ 8 റൺ എടുത്ത ആ കളി. ഞാൻ 8 റൺസ് എടുത്തിട്ട് ധോനി 100 റൺസ് എടുത്താലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ടീം ജയിച്ചാൽ മതി. ആസ് എ പ്ലെയർ അതാണ് എൻ്റെ ആഗ്രഹം. താങ്കളുടെ ക്യാപ്റ്റൻസിയിൽ UP രഞ്ജി ട്രോഫി ജയിച്ചിരുന്നു. അപ്പോൾ ടീം മാനേജ്മെന്റ് ഫ്യൂച്ചറിൽ താങ്കൾ ക്യാപ്റ്റൻ ആകണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ താങ്കൾ അതിന് റെഡിയാണോ? ഒരുപാട് ലേറ്റായിട്ട് ചോദിക്കുന്ന, മുന്നേ ചോദിക്കേണ്ടായിരുന്നില്ലേ? സർ, ഇല്ല, അതായത് അത് വന്നിട്ട് നമ്മുടെ ടീം ആ രീതിക്ക് നല്ലതായിട്ട് കളിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 72 വർഷത്തിൽ ആദ്യമായിട്ടാണ് നമ്മളോട് ചാമ്പ്യൻ ആകുന്നത്. ഇത് ക്രിക്കറ്റിന് വളരെ നല്ല കാര്യമാണ്. ജനങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് UP നല്ല പ്ലേയേഴ്സ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോഴും ഒരുപാട് നല്ല പ്ലേയേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ 3 പ്ലേയേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നു. പറയുകയാണെങ്കിൽ യങ് പ്ലേയേഴ്സ് വളരെ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഒരുപക്ഷെ താങ്കളെ ക്യാപ്റ്റനായിട്ട് ചൂസ് ചെയ്ത് താങ്കൾക്കൊരു ഓഫർ വരികയാണെങ്കിൽ അതിനെ താങ്കൾ എങ്ങനെ സ്വീകരിക്കും? താങ്കൾ അതിന് തയ്യാറാണോ? ആ ചാലഞ്ച് താങ്കൾ ഏറ്റെടുക്കുമോ? ആദ്യം പറഞ്ഞാൽ എൻ്റെ സ്ഥാനം തന്നെ അത്രയ്ക്ക് സെക്യൂർ ആയിട്ടില്ല. ടെസ്റ്റ് മാച്ചിലൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷേ സാർ, താങ്കളുടെ ക്യാപ്റ്റൻസിയിൽ UP രഞ്ജി ട്രോഫിയിൽ ചരിത്രം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അത് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. കാരണം രഞ്ജി ട്രോഫിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും മുംബൈയാണ് അതിൽ ജയിക്കാറ്. അങ്ങനെയുള്ളപ്പോൾ ആദ്യമായിട്ട് UP ജയിച്ച് കാണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇല്ല, അതെനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് വന്നിട്ട് എൻ്റെ യങ് ഏജിൽ തന്നെ ക്യാപ്റ്റൻസി സ്ഥാനം എനിക്ക് കിട്ടുകയുണ്ടായി. അതും എൻ്റെ 16-ാമത്തെ വയസ്സിൽ 90-ൽ ശ്രീലങ്കയിലേക്ക് കളിക്കാനായിട്ട് പോയി. അവിടെ ജയിച്ചതിന് ശേഷം രഞ്ജിയിലും എനിക്ക് ക്യാപ്റ്റൻ സ്ഥാനം കിട്ടി. അത് വളരെ നല്ലൊരു കാര്യമാണ് ലീഡർഷിപ്പിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ എനിക്ക് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാകണമെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് അങ്ങനെ ഉത്തരവൊന്നും ഇല്ല. എൻ്റെ എല്ലാ ഫോക്കസും വന്നിട്ട് ഇനി വരാൻ പോകുന്ന സീരീസിൽ നല്ലതുപോലെ കളിക്കണം. പിന്നെ ടെസ്റ്റ് മാച്ചിലൊക്കെ എനിക്കായിട്ടുള്ളൊരു സ്ഥാനം ഞാൻ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ സംഭവിക്കേണ്ടതെല്ലാം തനിയെ സംഭവിച്ചോളൂ. നമ്മൾ അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്നൊക്കെ മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജോബിൽ ഹോണസ്റ്റായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നല്ലതേ നമുക്ക് സംഭവിക്കും. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ കളിക്കുന്ന ഗെയിം ആണെങ്കിൽ എവിടെ പോയി കളിച്ചാലും വൺ ഡേ ആണെങ്കിലും ടെസ്റ്റ് മാച്ച് ആണെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ നടക്കുന്നുണ്ട്. അതായത് കോച്ചും ക്യാപ്റ്റനും തമ്മി, പിന്നെ ഇന്ത്യൻ പ്ലേയേഴ്സും തമ്മി. ഇതിന്റെ ഫലം താങ്കൾ കളിക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങളൊക്കെ താങ്കളെ ബാധിക്കാറുണ്ടോ? നിങ്ങൾ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഉറപ്പായിട്ടുണ്ടാകും. പക്ഷേ അതായത് സീനിയേഴ്സ് പ്ലേയേഴ്സ് ഒരുപാട് വർഷമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ കളിക്കണമെന്നൊക്കെ വിചാരിക്കും. ഇപ്പോൾ മാച്ചിന് പോകുമ്പോൾ പുറത്ത് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ എന്തൊക്കെ പ്ലാൻ ചെയ്തുവോ അതൊക്കെ മൈൻഡിൽ വച്ചിട്ട് അതിൻ്റെ പ്രീ മൈൻഡോടെ തന്നെ കളിക്കത്തുള്ളൂ. അതൊക്കെ വിട്ടിട്ട് പിന്നിലെന്താ നടക്കുന്നത്, എന്നെപ്പറ്റി എന്താ അവർ സംസാരിക്കുന്നത്, അതിനെപ്പറ്റിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. പലരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ദ്രാവിഡും സൗരവ് ഗാംഗുലിയും ഫീൽഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കും, പക്ഷെ കേൾക്കാൻ സാധിക്കില്ല. അവരെന്താണ് സംസാരിച്ചതെന്ന് പിന്നീട് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ? ലക്കിലി ആ സമയത്ത് ഞാനവിടെ ഇല്ല. അതിനുശേഷമാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഈ കാണുന്നവർ അപ്പം തന്നെ ഓരോരോ പ്രൊഡിക്ഷൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ എന്താണോ സംഭവിക്കുന്നത് അത് ശരിയായ കാര്യത്തോടെ പുറത്തേക്ക് വരുന്നില്ല. ഒന്നുമല്ലാത്ത കാര്യങ്ങൾ തന്നെ വളരെ ഹൈപ്പാക്കി പുറത്തുവിടും. എല്ലാവരും പറയുന്നത് പോലെ ടീമിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ പുറത്തെല്ലാവരും വേറെ പോലെയാണ് സംസാരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ കണ്ടിട്ട് ടീമിൽ എന്ത് പറ്റി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ടീമിൽ സത്യത്തിൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഗെയിമിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. എൻ്റെ ബെസ്റ്റ് ഞാൻ നൽകണമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ വെളിയിലെ കാര്യങ്ങളൊക്കെ വേറെ എന്തോ പോലെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകാറുണ്ട്. നടക്കില്ല. പക്ഷേ താങ്കൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പാകിസ്ഥാൻ പ്ലേയേഴ്സ് പറയുന്നത് ഗ്രൗണ്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ടെന്നാണ്. ഇപ്പോൾ സിറ്റുവേഷൻ വളരെ നന്നായിട്ടുണ്ട്. മുൻകാലത്ത് നമ്മുടെ വേൾഡ് കപ്പ് കളിക്കാനൊക്കെ പോകുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ആ മാച്ചൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ പുറത്തൊക്കെ വേറെ എന്തൊക്കെയോ പോലെ സംസാരിച്ചു തുടങ്ങി. പക്ഷേ ഇപ്പോഴൊക്കെ
അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. പ്ലെയേഴ്സിൻ്റെ ഇടയിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇൻഫാക്ട് നമ്മൾ ഗ്രൗണ്ടിൽ ബെസ്റ്റ് കൊടുക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എല്ലാവരും ഒന്നായിട്ടിരുന്ന് സംസാരിക്കും. മുന്നത്തെ പോലെ യാതൊരു പ്രശ്നമില്ലാതെ ഇപ്പോൾ എല്ലാം ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുന്നേ ഒന്നും അങ്ങനെയല്ല. ഞാൻ തുടക്കത്തിൽ വന്നപ്പോൾ എല്ലാം വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. തുടക്കകാലത്ത് താങ്കളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ പറയാറുണ്ട്. അത് കേട്ടിട്ട് വന്ന് ഞാനത് ഇഗ്നോർ ചെയ്യാറുണ്ട്. നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാറുണ്ട്. നമ്മളെ അത് തെറ്റായിട്ട് കളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് നമ്മുടെ വീക്ക്നെസ് ആയിട്ട് മാറും. ബൗളേഴ്സ് നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. നമ്മുടെ ബെസ്റ്റ് നമ്മൾ കൊടുക്കണമെങ്കിൽ അതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ കളിക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു പ്ലെയർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. താങ്കളെക്കുറിച്ച് ഞാൻ കൂടുതലും കേട്ടത് താങ്കൾ കൂടുതൽ ഫിറ്റ്നസിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നാണ്. അതിനെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളും എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമ്മൾ കൈഫിനോട് ഫിറ്റ്നസ് ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ചോദിക്കാൻ പോവുകയാണ്. അതിന് അദ്ദേഹം എന്തുത്തരം പറയാൻ പോകുന്നതെന്ന് നമുക്ക് ബ്രേക്കിന് ശേഷം നോക്കാം. ഇപ്പോഴൊരു ബ്രേക്ക് എടുക്കാം. ആപ്കി അദാലത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് കൈഫിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ മുഹമ്മദ് കൈഫിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു ഫിറ്റ്നസ് ഭ്രാന്തനാണ് എന്നുള്ളതാണ്. കൈഫ്, താങ്കളുടെ പേര് മുഹമ്മദ് കൈഫ് എന്നാണ്. അതിൽ കൈഫ് എന്നുള്ളതിന്റെ അർത്ഥം ആക്രോശം എന്നുള്ളതാണ്. ശരിയാണോ? അതെ, കറക്റ്റ് തന്നെയാ. പക്ഷെ താങ്കൾക്ക് ഫിറ്റ്നസിലാണ് ആക്രോശം കൂടുതൽ. ഇല്ല, അത് വന്നിട്ട് ഒരു പ്ലെയർ ആണെങ്കിൽ, ഒരു അത്ലറ്റ് ആണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഫിറ്റ്നസ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ആ കാര്യം പെട്ടെന്ന് തന്നെ റിയലൈസ് ചെയ്തു. മറ്റുള്ള പ്ലേയേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ അവരൊക്കെ വളരെ ലേറ്റായിട്ടാണ് ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്തത്. റൊട്ടീന് വളരെ ലേറ്റായിട്ട് ഫോളോ ചെയ്തു. പക്ഷെ അതിനുശേഷം അവർ ഒരുപാട് വിഷമിച്ചിട്ടും ഉണ്ടാവും. ഫിറ്റ്നസ് വളരെ ഡൗൺ ആയിട്ടുണ്ട്, നമ്മൾ വീണ്ടും അതൊക്കെ ഫോളോ ചെയ്യണം, അങ്ങനെയൊക്കെ. ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെ ലക്കിയാണ്. കാരണം ഞാൻ ആരംഭത്തിലെ തന്നെ ഫിറ്റ്നസ്സൊക്കെ വളരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തു തന്നത്. വളരെ എൻഗേജ്ഡ് ആയിട്ട് ഫസ്റ്റ് മുതലേ ഞാൻ ഫോളോ ചെയ്ത് വരികയായിരുന്നു. അത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. ഞാൻ അറിഞ്ഞത് കാൺപൂരിൽ താങ്കൾ പരിശീലിക്കുന്ന സമയത്ത് താങ്കളെ ഫീൽഡിൽ നിന്ന് പുറത്തയക്കാറുണ്ട്. കാരണം താങ്കൾ കൂടുതൽ പരിശീലനം നടത്താറുണ്ട്, ഫിറ്റ്നസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട്. അതായത് അവിടെ അതല്ലാതെ വേറെ ജോലിയൊന്നും ഇല്ല. ഗ്രൗണ്ടോടെ വെറുതെ കിടക്കുന്നു, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം. ഈ ക്രിക്കറ്റിനെ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ വന്നിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചുകൊണ്ടേയിരിക്കണം. പ്രാക്ടീസ് കഴിഞ്ഞ ഉടനെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ ശരീരം ഇപ്പോൾ പറയും, വേണ്ട, മതി, ഇന്നത്തേക്ക് ഇത് മതി, ബാക്കിയൊക്കെ നാളെ നോക്കിക്കോളാം. നമ്മുടെ മൈൻഡ് പറയും, ഇല്ല, ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയും. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. യുവരാജ് സിംഗ് പറഞ്ഞിരുന്നു, എല്ലാ പ്ലേയേഴ്സും ഫീൽഡിൽ നിന്നും അവരുടെ പരിശീലനമൊക്കെ കഴിഞ്ഞ് ബസ്സിൽ ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് മുഹമ്മദ് കൈഫ് മാത്രം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. ചില സമയത്തൊക്കെ അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് നമുക്കറിയില്ല. ഇനിയും കുറച്ചുകൂടി ബാറ്റിംഗ് ചെയ്യാമെന്ന് തോന്നും, ഇനിയും കുറച്ചുകൂടി ട്രെയിനിങ് ചെയ്യാമെന്ന് തോന്നും ടീമിൻ്റെ കൂടെ. ഞാനും അത് തന്നെയാണ് ഫോളോ ചെയ്തത്. അതിനുശേഷം ടാക്സി പിടിച്ച് ഹോട്ടലിലേക്ക് പോകും. അതെ, ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട്. നമ്മൾ മാച്ചിന് വേണ്ടി ഫുള്ളായിട്ട് റെഡിയായെന്ന് തോന്നുന്നതുവരെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നീ മാച്ചിന് റെഡിയായി എന്ന് മൈൻഡ് പറയുന്നതുവരെ ഞാൻ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. ചില സമയത്ത് നോക്കുകയാണെങ്കിൽ പ്രാക്ടീസ് സമയത്ത് നമ്മളിടുന്ന എഫർട്ട് തന്നെയാണ് അവസാനം വരെ നമ്മുടെ കൂടെ. മറ്റുള്ള പ്ലേയേഴ്സിന് ഒരു അസൂയക്കുള്ള സാധ്യത വരില്ലേ? കാരണം പലർക്കും ഈ ഫിറ്റ്നസ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ അറിഞ്ഞത് പലർക്കും ഗ്രൗണ്ടിലൊന്നും ഓടി വരാൻ പോലും ഇഷ്ടമല്ലെന്നാണ്. ഇല്ല, അതായത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് നടന്നിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് ഇമ്പ്രൂവ് ആകാൻ ശ്രമിക്കുകയാണ്. ഫിറ്റ്നസ് വളരെ പ്രധാനമാണ്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ ടീമിലെ ഗ്രൗണ്ടിൽ കളിക്കുന്നവർ ഇതിനു മുന്നേ ടീം വളരെ സ്റ്റാൻഡേർഡായി. ഇപ്പോൾ ഫീൽഡിംഗ് വളരെ ഇമ്പ്രൂവ് ആയി. അതൊക്കെ ഗ്രൗണ്ടിൽ നന്നായിട്ട് കാണുന്നത് സത്യമാണോ? ഗ്രൗണ്ട് 50 റൗണ്ട് ഓടേണ്ടി വരും. ഗ്രേറ്റ് ചാപ്പൽ 50 റൗണ്ട് ഓടണമെന്ന് പറഞ്ഞാൽ താങ്കൾ മാത്രമേ 50 റൗണ്ട് ഓടാറുള്ളൂ എന്ന് കേട്ടു. 50 അധികം തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ കൂടെ നമ്മുടെ ട്രെയിനർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജോലി എന്താ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ ഫിറ്റ്നസ് ശ്രദ്ധിക്കണം, പിന്നെ എല്ലാവരുടെയും ലെവൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കണം. സോ ഞാൻ ഈ വിഷയത്തിൽ ഒരുപാട് ലക്കിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരംഭം മുതലേ തന്നെ ഫിറ്റ്നസ് ഫോളോ ചെയ്യുന്നതിനാൽ അതെല്ലാം വന്നിട്ട് എനിക്ക് വളരെ കഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. വലിയ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഉള്ളത് വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. ആ കാര്യത്തിൽ ഞാൻ ലക്കി. ഏതെല്ലാം പ്ലേയേഴ്സാണ് ഫിറ്റ്നസ് കണ്ട് പേടിച്ചോടാറുള്ളത്? ഞങ്ങൾക്ക് തനിച്ച് പറഞ്ഞു ഇപ്പോൾ പറയാൻ ഗ്രേറ്റ് ചാപ്പലിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഫിറ്റ്നസിന് വേണ്ടി സൗരവ് ഗാംഗുലി ഗ്രൗണ്ടിലേക്ക് വരാറേ ഇല്ലെന്നാണ് പറയുന്നത്.
അദ്ദേഹം ഈ ഇടയ്ക്കാണ് ചേർന്നത്, ഒരു 3-4 മാസമായി കാണും. അദ്ദേഹത്തിന് ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. അതായത് ഈ ട്രെയിനിങ് പ്രോഗ്രാം എല്ലാവരും ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. ട്രെയിനർ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു റെക്കോർഡായിട്ട് വെച്ചിട്ടുണ്ടാകും, എല്ലാം ഫോളോ ചെയ്യും എല്ലാവരും എന്താ ചെയ്യുന്നതെന്നൊക്കെ. സോ എന്നെ അപേക്ഷിച്ച് എനിക്ക് അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല. ട്രെയിനിങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. മാച്ചിന് മുന്നേ നമ്മൾ ഫിറ്റ്നസ് ടെസ്റ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ, അതിപ്പോൾ ആരായിരുന്നാലും. പ്രോപ്പറായ പ്ലേയേഴ്സിനെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. ഒരു സർട്ടൻ ലെവൽ റീച്ച് ആയാൽ മാത്രമേ നമ്മളെ സെലക്ട് ചെയ്യത്തുള്ളൂ. അത് ട്രെയിനറിന്റെ ജോലിയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷേ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. താങ്കളോടൊപ്പമുള്ള പ്ലേയേഴ്സ് താങ്കളെ കുറിച്ച് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫിറ്റ്നസിൽ അദ്ദേഹം ഒരു ആക്രോശമുള്ള വ്യക്തിയാണ്. ഉറങ്ങുമ്പോൾ പോലും അതിനെക്കുറിച്ചാണ് മുഹമ്മദ് കൈഫ് ആലോചിക്കാറുള്ളത്. ഇല്ല അങ്ങനെയൊന്നുമില്ല. താങ്കളോട് ആരും അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരിക്കലും അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താണ് ആവശ്യം ആ രീതിക്ക് മാത്രമേ ട്രെയിനിങ് എടുക്കത്തുള്ളൂ. ബോഡിക്കും മൈൻഡും റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഒരുപാട് ടയർഡായി പോകും. എപ്പോഴും നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കണം. സോ നമ്മൾ ഓവർ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ അതും ഒരിക്കലും നല്ലതല്ല. നമ്മൾ നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ഒരു ബാലൻസ്ഡ് ആയിട്ട് വച്ചിരിക്കണം എപ്പോഴും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞില്ല. താങ്കൾ കൂടുതൽ ട്രെയിനിങ് എടുക്കുന്നുണ്ടോ എന്നതായിരുന്നു ചോദ്യം. ഇല്ല, ചില സമയത്ത് നമ്മുടെ മൈൻഡ് തന്നെ നമ്മളോട് പറയും ഇത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന്. അതായത് ബോഡിയിൽ ഏത് ഭാഗമാണ് നമുക്ക് വീക്കായിട്ടുള്ളത്. എത്ര പ്രാവശ്യം ഫിസിയോ താങ്കളെ ജിമ്മിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കൂടുതൽ ട്രെയിനിങ് എടുക്കുന്നു എന്ന് പറഞ്ഞു? ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട്. ചില സമയത്ത് അവർക്ക് അങ്ങനെ തോന്നിയേക്കാം. നമ്മുടെ പ്രവൃത്തി പിന്നെ സമയം എവിടെയാണോ ആക്റ്റീവ് ചെയ്യേണ്ടത് അവിടെ അത് ആക്റ്റീവ് ചെയ്യാറില്ല. ജിമ്മിൽ അധിക സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പണിഷ്മെന്റ് തരാനുണ്ടായിരുന്നു, എവിടെയാണ് ആവശ്യം അവിടെ പോയി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇങ്ങനെയൊക്കെ ചില സമയത്ത് നടക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ രണ്ടിനെയും ബാലൻസ് ആയി വെച്ചിരിക്കണം. ഇപ്പോൾ ഔട്ട്ഡോർ ആയിക്കോട്ടെ ഇൻഡോർ ആയിക്കോട്ടെ, രണ്ടും ബാലൻസ് ആയിട്ട് വെച്ചിരിക്കണം. നമുക്ക് വീണ്ടും പബ്ലിക്കിനടുത്തേക്ക് പോവാം. ജനങ്ങളിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സാർ, ഞാൻ പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നാണ് വരുന്നത്. എന്റെ ചോദ്യം എന്താണെന്നാൽ നിങ്ങൾ കറാച്ചി മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ല. അതിനു മുന്നേ നിങ്ങൾ ഔട്ടായി. അതിന് കോച്ച് നിങ്ങളോട് മുന്നേ തന്നെ വന്ന് ഗാംഗുലിയെ കളിക്കാൻ വിടണോ അല്ല നിങ്ങളെ വിടണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരുന്നു പറയുക? ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും കളിക്കാൻ പറ്റില്ല എന്ന് പറയാറില്ല. അവസരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈ ഗെയിമിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ കളിച്ചേ പറ്റത്തുള്ളൂ. അതായത് ടീം മാനേജ്മെൻറ്റ് വന്നിട്ട് ആരാണ് കളിക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവർ കളിച്ചേ പറ്റത്തുള്ളൂ. പ്രധാനമായിട്ടും ഇന്ത്യയിൽ അങ്ങനെ സെലക്ട് ചെയ്യുന്നത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. ചില സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ആരും അഭിനന്ദിക്കാറില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. സെലക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കുറ്റം ഉണ്ടാകുമെന്നൊക്കെ. ഇങ്ങനെയൊക്കെ പറയുന്നത് സാധാരണമാണ്. പക്ഷേ അവരുടെ കഠിനമായ പ്രയത്നത്തിന് മുന്നിൽ സെലക്ട് ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ, കോച്ച് എല്ലാവരും ഒരു ടീമാണ്. ഇനി ഭാവിയിൽ വരുന്ന ടീമൊക്കെ അവർ ബെസ്റ്റ് ടീമായിരിക്കും. അവരെന്തൊക്കെ ചെയ്യുമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ പറയുകയാണെങ്കിൽ അതായത് എങ്ങനെ നമുക്ക് കളിക്കണമെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ പ്ലേയേഴ്സിൻ്റെ ശ്രദ്ധ എപ്പോഴും പിന്നിൽ എന്താ നടക്കുന്നത്, നമ്മളെ സെലക്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും തന്നെ ചിന്തിക്കാതെ നമ്മുടെ കളിയിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം, അവസരങ്ങൾ ഉപയോഗിക്കണം. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ നമ്മൾ എടുത്തിട്ട് അതിന് യോജിച്ച രീതിയിൽ കളിക്കണം. എന്നാലും നമുക്ക് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. താങ്കൾ നന്നായിട്ട് കളിച്ചു കാണും, നന്നായിട്ട് റൺ എടുത്തിട്ടുണ്ട്, താങ്കൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് കാണും. എന്നിട്ടും താങ്കളെ കളിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഒരു ഇൻജസ്റ്റിസ് സംഭവിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? നോക്കുകയാണെങ്കിൽ ചില സമയത്ത് അങ്ങനെ തോന്നാനൊക്കെ സാധ്യതയുണ്ട്. പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അവസരങ്ങളൊക്കെ കിട്ടണമല്ലോ. ഇപ്പോൾ നമുക്ക് ടാലൻ്റ് ഉണ്ട്, എബിലിറ്റി ഉണ്ട്. നന്നായിട്ട് കളിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മളത് ഉപയോഗപ്പെടുത്താനേ നമ്മൾ നോക്കത്തുള്ളൂ. എൻ്റെ അറിവിൽ പാകിസ്ഥാൻ, ഓസ്ട്രേലിയ അവരൊക്കെ ഇവിടെ വന്നപ്പോൾ പ്ലേയേഴ്സ് വളരെയായിട്ടൊന്നും പെർഫോം ചെയ്തിട്ടില്ല. ഞാൻ ആ സമയത്ത് എന്തോ ലക്കിലി കംബാക്ക് കൊടുത്തിട്ട് ഒരു 50 ഒക്കെ അടിച്ചു. അതിനുശേഷം എനിക്ക് ബംഗ്ലാദേശ് മാച്ച് ഒന്നും കിട്ടിയിട്ടില്ല. അതായത് മാച്ചിൽ നമ്മൾ നല്ല രീതിയിൽ ബോളിംഗ് ചെയ്ത് ഫീൽഡിംഗ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തുടരെ കളിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ വരാൻ പോകുന്ന എല്ലാ മാച്ചിലും നമ്മുടെ ടാലൻറ്റ് കാണിക്കണമെന്ന് വിചാരിക്കും. ഇനിയും നമ്മൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകണമെന്ന് നമ്മൾ വിചാരിക്കും. ഇനിയും കൂടുതൽ മാച്ച് കിട്ടണമെന്നായിരിക്കും നമ്മുടെ ലക്ഷ്യം തന്നെ. ഓരോ പ്ലേയേഴ്സിൻ്റെയും ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് മാച്ച് കിട്ടണം, നന്നായിട്ട് കളിക്കണം. താങ്കളെ ആരാണ് അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നത്, ആരാണ് അങ്ങനെ കട്ട് ചെയ്ത് വിടുന്നത്? ഇനിയാണത് കണ്ടുപിടിക്കേണ്ടത്. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ എപ്പോഴും ഫീൽഡിംഗിൽ കുറച്ച് വീക്കാണ്. ചേതൻ ചൗഹാൻ സാറും ഇത് സമ്മതിക്കും. താങ്കളുടെ ഫീൽഡിംഗ് സ്കിൽസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള പ്രചോദനം എന്തായിരുന്നു സാർ? നിങ്ങളുടെ സൗണ്ട് വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ സത്യത്തിൽ ഇല്ല, ഫീൽഡിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ടീം ഒന്ന് റെഡി ആയിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. താങ്കളാണ് തുടങ്ങി വെച്ചത്. അതെ, കൾച്ചർ മാറിയിട്ടുണ്ട്, ഫീൽഡിംഗ് ട്രെൻഡും മാറിയിട്ടുണ്ട്. ഫീൽഡിങ്ങിന്റെ പ്രയോജനം ശരിക്കും പ്ലേയേഴ്സൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ വീണ്ടും ഇനിയും നല്ലതായിട്ട് വരും. ടെസ്റ്റില്, വൺ ഡേയില് എല്ലാത്തിലും. അതായത് വളരെ ലേറ്റായിട്ടാണ് ഞങ്ങൾ തന്നെ റിയലൈസ് ചെയ്തത്.
മറ്റുള്ള ടീമിനെയൊക്കെ നോക്കുമ്പോൾ കൊച്ചുനാളിൽ ഞാൻ ടി വി ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവാറുണ്ട്. നമ്മുടെ ടീം ഫീൽഡിംഗ് ചെയ്യുന്നതും ഇപ്പോൾ ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക അവരൊരു ഫീൽഡിംഗ് ചെയ്യുന്നതും കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ട്. വളരെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അത് കാണുമ്പോഴും എനിക്ക് കുറച്ച് പറയുകയാണെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാനൊരു നല്ല ഗോൾ കീപ്പർ ആകാൻ ആഗ്രഹിച്ചത്. അതായത് നല്ല ഫീൽഡേഴ്സൊക്കെ ഇല്ലാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആ ഗ്യാപ്പ് കുറച്ച് കുറഞ്ഞു. എല്ലാവരും റിയലൈസ് ചെയ്ത് തുടങ്ങി ഫീൽഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മീഡിയയുടെ റോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ ആ വിഷയം എൻജോയ് ചെയ്യണം. നല്ലൊരു ഫീൽഡറായിട്ട് ഇരിക്കണമെങ്കിൽ അവരുടെ ടീം ശരിയായിട്ട് പെർഫോം ചെയ്തില്ല, പക്ഷെ നമ്മുടെ ടീം നന്നായിട്ട് ഫീൽഡ് ചെയ്തു എന്ന് നമുക്ക് തോന്നും. നമ്മൾ കൊച്ചുനാളിലെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ടുണ്ടായിട്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് പോലെ ഉണ്ടായിരുന്നാൽ 100 അടിച്ചിട്ട് 5 വിക്കറ്റും എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമ്മുടെ പറ്റി പേപ്പറിലൊക്കെ വരും 100 റൺസ് അടിച്ച് 5 വിക്കറ്റൊക്കെ എടുത്തെന്ന് പറഞ്ഞ്. നന്നായിട്ട് ക്യാച്ച് ചെയ്താലോ നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്താലോ ഒരു പാർട്ട്ണർഷിപ്പിനെ ബ്രേക്ക് ചെയ്താലോ പ്ലേയേഴ്സൊക്കെ വരും, 2-3 വിക്കറ്റ്സ് ഒക്കെ എടുക്കും. അവിടെ നിന്ന് ഗെയിം തന്നെ അങ്ങ് ചേഞ്ച് ആവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ടീമിൽ ലാഗ് ആകുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളതൊക്കെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൊച്ചുനാളെ തന്നെ അവർക്ക് അതിനൊരു ഇൻട്രസ്റ്റ് വരത്തില്ല. ഇതിലിത്രയ്ക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്, വിക്കറ്റിലാണ് എല്ലാം ഉള്ളത്, ഫീൽഡിങ്ങിൽ ഒന്നുമില്ലെന്ന് അവർ വിചാരിക്കും. ആ കൾച്ചർ ഇപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടീമിൽ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്, നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് വളരെയധികം മാറ്റങ്ങൾ വരികയാണ്. ഇനിയും പല ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു ബ്രേക്ക് എടുക്കാം. ആപ്കി അദാലത്തിൽ മുഹമ്മദ് കൈഫിനോടുള്ള ചോദ്യങ്ങൾ നമ്മൾ തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് കൈഫിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ മുഹമ്മദ് കൈഫിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ഒരു അഹങ്കാരിയായി മാറുന്നു എന്നുള്ളതാണ്. നോക്കൂ കൈഫ്, താങ്കളെ വീട്ടിൽ മനോഹരമായ ഒരു പേര് വെച്ചാണ് വിളിക്കുന്നത്. ഹണി എന്നാണ് വിളിക്കുന്നത്. അതിന്റെ അർത്ഥം മധുരമെന്നാണോ? പക്ഷെ ഞാൻ അറിഞ്ഞത് താങ്കൾ ആരോടും അത്ര മധുരമായിട്ടല്ല സംസാരിക്കുന്നെന്നാണ്. ഇതുവരെ നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയായിരുന്നോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഷൂ കമ്പനി താങ്കളെ ബ്രാൻഡ് അംബാസഡർ ആക്കിയിരുന്നു. പിന്നെ ഹിമായത് നഗറിൽ താങ്കളെ ഇൻവൈറ്റ് ചെയ്തു. അവിടെ ധാരാളം ആളുകൾ വന്നു. ആ വന്നവർ എല്ലാവരും കൈഫിനോട് ആവശ്യപ്പെട്ടത് താങ്കൾ ഒരു പ്രാവശ്യം ചിരിക്കണമെന്നായിരുന്നു. ഇല്ല, അത് വന്നിട്ട് എനിക്ക് ശരിക്കും അങ്ങോട്ട് ഓർമ്മയില്ല. ഒരുപാട് വർഷമായെന്നാ തോന്നുന്നേ. നിങ്ങൾ ഒരുപാട് പഴയ കാര്യമൊക്കെ എടുത്തോണ്ട് വന്നേക്കുവാ. ഉണ്ടായിരിക്കാം, പക്ഷേ ചില സമയത്തൊക്കെ മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചില സമയത്ത് അരമണിക്കൂർ ഉണ്ടാവും, വേറെ ജോലി ഉണ്ടാവും, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, നമുക്ക് ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്, പക്ഷെ അവരൊരുപാട് ഇൻ്റർവ്യൂസൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതൊക്കെയാണ് എനിക്ക് എന്തോ പോലെ ഇപ്പോൾ തോന്നിയത്. ചില സമയത്തൊക്കെ വളരെ കഷ്ടമാണ് നമ്മുടെ ജോലികളിലൊക്കെ. അത് നോക്കുകയാണെങ്കിൽ ധാരാളം പ്രശംസകളും കൈയടിയും ഒക്കെ കിട്ടും. പക്ഷേ ചില സമയങ്ങളിൽ റൺ എടുത്തില്ലെങ്കിൽ എല്ലാവരുടെ അടുത്തു നിന്നും വഴക്കും കേൾക്കാറുണ്ട്. ഇത് വന്നിട്ട് ലൈഫിലൊക്കെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എക്സ്പെഷ്യലി ആസ് എ പ്രൊഫഷണൽ സ്പോർട്സ്മാൻ അതൊക്കെ ഒരു പാക്കേജ് പോലെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു പ്രാവശ്യം ഇലഹാബാദിലുള്ള താങ്കളുടെ വീട് ജനങ്ങൾ ആക്രമിച്ചു. അതെ, അത് കുറച്ച് ഓവറായിട്ട് തന്നെയാണ് പോയത്. അതായത് പ്ലെയേഴ്സ്, ഇതൊരു ഗെയിമാണ്. അതായത് എപ്പോഴും വിജയം മാത്രമേ നേടൂ എന്ന് പറയാനാകില്ല. ഗെയിംസിലൊക്കെ ചിലപ്പോൾ തോൽവികളും നമ്മൾ ഫേസ് ചെയ്യണം. അതിപ്പോൾ എത്ര നല്ല ടീമായിരുന്നാലും ശരി. ഇപ്പോൾ ഓസ്ട്രേലിയ നോക്ക്, അവർ നല്ലൊരു ടീമാണ്, അവരും പലതവണ തോറ്റിട്ടുണ്ട്. സോ അപ്പം നമ്മളുടെ സമയം അത്രയ്ക്ക് ശരിയല്ല. നമ്മൾ കംബാക്ക് ചെയ്ത് വേൾഡ് കപ്പിൽ 2-3 പ്രാവശ്യം തോറ്റിട്ടുണ്ട്. അതിനുശേഷം ഫൈനൽ വരെ പോയി. സോ അത് വന്നിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ താങ്കൾക്ക് ദേഷ്യം വരാം? അതെ, വിഷമം തോന്നും. പക്ഷേ ദേഷ്യപ്പെട്ടിട്ട് എന്താ പ്രയോജനം? നമ്മളെ അടിക്കാൻ വന്നവരെ പിടിച്ചിട്ട് നമുക്ക് തടുക്കാനായിട്ട് സാധിക്കുമോ? അത് നിങ്ങൾ തന്നെ പറയും. കഴിവിൻ്റെ പരമാവധി എഫേർട്ട് ഇട്ട് നമ്മൾ കളിക്കുവാണ്. അതായത് ഇന്ത്യ ജയിക്കണം, ടീം ജയിക്കണം എന്നൊക്കെ വിചാരിക്കും. നമ്മളിടുന്ന എഫർട്ടിനനുസരിച്ച് ആരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ അതും ഇച്ചിരി ദുഃഖമുള്ള കാര്യമാണ്. ഒരു പ്രാവശ്യം താങ്കളുടെ ടീമിലുള്ള ഒരു പ്ലെയർ പറഞ്ഞു താങ്കളെ ഏതെങ്കിലും പെൺകുട്ടി ബ്രോ എന്ന് വിളിച്ചാൽ താങ്കൾക്ക് ദേഷ്യം വരുമെന്ന്. അത് വളരെ റെയറായിട്ട് നടന്നിട്ടുള്ളൂ. അല്ല, ദേഷ്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഇൻസിഡൻ്റൊക്കെ എൻ്റെ ലൈഫിൽ റെയറായിട്ട് നടന്നിട്ടുള്ളൂ. ഷെയർ ചെയ്യുന്നതിനായിട്ട് ഒന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ടീമിലുള്ള മറ്റു പ്ലേയേഴ്സിനും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? ഉറപ്പായിട്ടും. ആർക്കും അങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല.
വൈറ്റ് ചുരിദാർ, താങ്കൾ തന്നെ. കൈഫ് ബ്രോ, ആക്ച്വലി ഞാൻ അൺമാരീഡ് ആണ്. ഇനിയും ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായില്ല. ആക്ച്വലി ഐ എം അൺമാരീഡ്. ഇനിയും ഓപ്ഷൻ ഉണ്ട്. കെ ബ്രോ, സച്ചിൻ നന്നായി കളിച്ചില്ലെങ്കിലും മീഡിയ ഒരിക്കലും അദ്ദേഹം നന്നായി കളിച്ചില്ലെന്ന് ഹൈലൈറ്റ് ചെയ്ത് കാട്ടാറില്ല. പക്ഷെ താങ്കൾ ഒരു മാച്ച് നന്നായി കളിച്ചില്ലെങ്കിലും മീഡിയ അത് വലിയ സംഭവമാക്കി കാണിക്കുന്നു. താങ്കളോട് മീഡിയക്ക് എന്താണ് ഇത്ര സ്നേഹം? ഇല്ല, അത് ഒബ്വിയസ്ലി സച്ചിൻ്റെ റെക്കോർഡ്സ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹത്തെ പോലൊരു പ്ലേയേഴ്സിനെ കിട്ടുന്നത് വളരെ കഷ്ടമായൊരു കാര്യമാണ്. 16-17 വയസ്സ് തൊട്ട് അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുവാണ്. ഒരുപാട് റെക്കോർഡ്സ് താങ്കളെ എല്ലാം. പോലൊരു പ്ലേയേഴ്സിനെ കിട്ടുന്നതും വളരെ കഷ്ടമല്ല. ഇല്ല, ജനങ്ങൾ ഇതുവരെ അത് ഏറ്റെടുത്തിട്ടില്ല. ഇനിയും നല്ല കാര്യം ഇപ്പോൾ, അതായത് എന്നെപ്പറ്റി ഇപ്പോൾ എഴുതുന്നതോ പറയുന്നതോ ആയ കാര്യങ്ങളൊക്കെ ഞാനതൊന്നും വലുതായിട്ട് എടുക്കുന്നില്ല. മറ്റുള്ളവരെന്ത് പറയുന്നു, എന്തെഴുതുന്നു, എന്തൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിലൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. താങ്കൾക്ക് നന്നായി കളിച്ച് മീഡിയയുടെ വായും ഞങ്ങളുടെ വായും അടപ്പിച്ചുകൂടെ? അപ്പൊ താങ്കൾക്കെതിരായിട്ട് ആരും ഒന്നും പറയില്ല. ട്രൈ ചെയ്യുന്നുണ്ട്. താങ്കൾ വളരെ നന്നായിട്ട് കളിക്കണമെന്നാണ്. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും താങ്കളെ അഭിനന്ദിക്കണം. കൈഫ്, ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചു, പല കുറ്റങ്ങളും ആരോപിച്ചു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് വേണം. ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് ഫോർമർ ടെസ്റ്റ് ക്രിക്കറ്ററായ ചേതൻ ചൗഹാന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രേക്കിന് ശേഷം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത്, ചോദ്യങ്ങൾ ചോദിച്ചത്, കുറ്റങ്ങൾ ആരോപിച്ചത് ഇന്ത്യൻ ടീം ക്രിക്കറ്റ് സ്റ്റാറായ മുഹമ്മദ് കൈഫിനോടാണ്. അദ്ദേഹത്തിന്റെ വിശദീകരണം നമ്മൾ കേട്ടു. അദ്ദേഹത്തിന്റെ പുകഴ്ത്തലിനെ കുറിച്ച് നമ്മൾ ചോദിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുസൃതിയെ കുറിച്ചും നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു. പിന്നെ നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ചും ചോദിച്ചു. ഇപ്പോൾ ജഡ്ജ്മെന്റ് സമയമാണ്. ഇന്നത്തെ ജഡ്ജിയായ ഫോർമർ ടെസ്റ്റ് ക്രിക്കറ്ററായ ചേതൻ ചൗഹാന്റെ ജഡ്ജ്മെന്റ് നോക്കാം. മുഹമ്മദ് കൈഫ്, താങ്കൾ വളരെ മനോഹരമായി താങ്കളെപ്പറ്റി സംസാരിച്ചു. ഉത്തരങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ നൽകി. താങ്കൾ രാജ്യത്തിനു വേണ്ടി ഒരുപാട് ഇന്നിങ്സുകൾ കളിച്ചിട്ടുണ്ട്. കായിക ആരാധകർക്കും ഈ രാജ്യത്തിനും താങ്കളുടെ മേൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു ഉപദേശം എന്താണെന്നാൽ, താങ്കൾ ബാറ്റിങ്ങിൽ കൺസിസ്റ്റൻസി കണ്ടെത്തണം. അതിലൂടെ ഇന്ത്യൻ ടീമിൽ താങ്കൾക്കുള്ള സ്ഥാനം സ്ഥിരപ്പെടുത്തണം. ഈ വിശ്വാസത്തിലൂടെ മുഹമ്മദ് കൈഫ് തന്റെ ബാറ്റിംഗിലൂടെ ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ സ്ഥാനം നേടും. ഇന്ത്യൻ ടീമിനെ കൂടുതൽ വിജയങ്ങളിൽ എത്തിക്കും. നമ്മുടെ രാജ്യത്തിന്റെ പ്രശസ്തി ഉയർത്തും. ഇതോടെ ഈ വിചാരണ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ആപ്കി അദാലത്തിൽ ഒരു പുതിയ അതിഥിയോടൊപ്പം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.